ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ സെക്രട്ടേറിയറ്റ് ഒ മെയിൻസിന്റെ എത്ര വേക്കൻസികൾ അല്ലെങ്കിൽ ഇപ്പൊ എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ സജിത. ഇപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതായത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ സെഷൻസ് ആണെങ്കിലും കോണ്ടന്റ് സെഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ www.challengerup.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാം. സെക്രട്ടേറിയറ്റ് പുതിയ ബാച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചതോടൊപ്പം തന്നെ ഡെയിലി ഇതിന്റെ ലൈവ് ക്ലാസ്സുകളുണ്ട്. മെന്റൽ സപ്പോർട്ട്, സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ നിങ്ങൾക്ക് ചെറിയതായിട്ടൊക്കെ ഓർത്തിരിക്കാൻ പറ്റിയ ക്യാപ്സ്യൂളുകൾ ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ മാക്സിമം ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് www.challengerup.in ഇതുവഴി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഒയുടെ ഒരു സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, മുൻ റാങ്ക് ലിസ്റ്റ്. അപ്പൊ ആ ഒരു റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു അത്യാവശ്യം എല്ലാവർക്കും ജോലി കിട്ടിയ ഒരു റാങ്ക് ലിസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അത്യാവശ്യം എല്ലാവരും ജോലി കയറിയ ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു സെക്രട്ടേറിയറ്റ് ഒയുടെ. പക്ഷെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അതിൽപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടി. അപ്പൊ ഏകദേശം ഇപ്പോൾ എത്ര ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലേക്ക് 35, അതുപോലെ തന്നെ GAD-യിലേക്ക് 158, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്ക് 36, ഫിനാൻസ് 33, ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് 32, ലോ സെക്രട്ടറി 21, PSC 33. സോ ടോട്ടൽ 368 ഒഴിവുകളുണ്ട്. അപ്പൊ ഇതിന്റെ സെക്രട്ടേറിയറ്റ് ഓയുടെ പ്രിലിമിനറിയുടെ റിസൾട്ട്, അതായത് ഭയങ്കര നമുക്ക് മെയിൻസ് മെയ് 21-നാണെന്നറിയാം. പക്ഷെ ഇത് കുറെ കാത്തിരുന്നതിന് ശേഷം മാത്രമാണ് ഇപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രിലിംസിന്റെ റിസൾട്ട് വരുന്നത്. അപ്പൊ കിട്ടുവോ കിട്ടത്തില്ലേ, ഉദ്യോഗാർത്ഥികൾ വളരെയധികം ആശങ്കയിലായിരുന്നു. പക്ഷെ അവസാനം നല്ല കട്ട് ഓഫ്, 70-ന് മുകളിൽ കട്ട് ഓഫും ഒക്കെ പോയിട്ടാണ് വന്നത്. അങ്ങനെ മെയിൻ ലിസ്റ്റിൽ നമ്മളോട് മത്സരിക്കാൻ 54,291 പേരുമായിട്ടാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ 2 കാറ്റഗറി ആളുകളുണ്ട്. ഒന്ന് സിലബസ് ഒക്കെ തീർത്ത് പഠിച്ചു വെച്ചിരിക്കുന്ന മക്കളുണ്ട്. ഒന്ന് എനിക്ക് കിട്ടുവോ കിട്ടത്തില്ല, എന്നാ കിട്ടിയിട്ട് പഠിക്കാം എന്ന് കരുതുന്നവരുണ്ട്. അപ്പൊ ഈ 2 കൂട്ടരോടും പറയാനുള്ളത് മത്സരം കടുത്ത മത്സരം തന്നെയാണ്. പിന്നെ ഇത് ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ സെക്രട്ടേറിയറ്റ് ഓയോ ഉണ്ടാകോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല. ചെറിയൊരു പ്രശ്നങ്ങളിലൊക്കെ കിടക്കുകയും കൂടെയാണ്. അപ്പൊ നമ്മൾ ഇനി മെയിൻസിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മെയിൻസ് കിട്ടാതെ വന്നത് കിട്ടാതെ വന്ന ഒരുപാട് പേരുണ്ട് അല്ലെ, നമുക്ക് തന്നെ അതറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുക. ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ പറയത്തില്ല മരിച്ച് പഠിക്കണം, അങ്ങോട്ട് പഠിച്ചു മരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് ഇത് മാത്രം ഒരു ലക്ഷ്യമുള്ളു. ഇത് എക്സാം മെയ് 21-ന് നടക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു മാസം കഷ്ടിച്ചുള്ളൂ. ഈ ഒരു മാസം ഫുള്ള് നിങ്ങൾ പഠനത്തിന്റെ തന്നെയായിരിക്കണം. കാരണം ഇത് മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 893 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. 2022 ഏപ്രിൽ സെപ്റ്റംബർ 27-ന് വന്ന റാങ്ക് ലിസ്റ്റ് 25 സെപ്റ്റംബർ വരെ നിലനിൽക്കേണ്ടതായിരുന്നു. പക്ഷേ 2024-ൽ തന്നെ ഇത് അവസാനിച്ചു. അപ്പൊ തന്നെ എല്ലാവർക്കും കിട്ടി. പിന്നെ ആ 1.5 വർഷത്തോളം എടുത്തിട്ട് ഉള്ള ഒഴിവുകളാണ് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ഒഴിവുകളുണ്ട്. സോ മക്കളെ ആദ്യ റാങ്കുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു പ്രശ്നം, ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി അത് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അങ്ങനെ തന്നെ നെഗറ്റീവുകളാണ് എപ്പോഴും നടക്കുന്നത്. അതിനെയൊക്കെ പോസിറ്റീവായി കണ്ട് നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഇവിടെ നിന്നുണ്ട്, ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്യൂച്ചർ ഇതാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ നമ്മൾ ചലഞ്ചർ ആപ്പ് ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. www.challengerup.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇവിടേക്ക് നമ്മൾ കയറുമ്പോൾ സെക്രട്ടേറിയറ്റ് ഒയുടെ കോഴ്സ് കാണാം. നോക്കിക്കേ, ലൈവ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകൾ ഡെയിലി, അതായത് നമുക്കിനി ലൈവ് ക്ലാസ് തരാൻ പറ്റില്ല, അപ്പൊ ടൈമില്ല നിങ്ങൾക്ക്. അപ്പൊ ഡെയിലി ഇതിന്റെ ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസ്, ഒരു മെഗാ മാരത്തോൺ പോലെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ തരും. നിങ്ങൾ ഒരു മെറ്റീരിയൽ സെർച്ച് ചെയ്ത് പോവേണ്ട. എക്സാംസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഗെയിമിൽ കൂടെ നമുക്ക് കളിച്ച് എക്സാം എഴുതാം. ഫ്ലാഷ് കാർഡ് എന്താണെന്ന് വെച്ചാൽ ചെറിയ മെമ്മറി കാർഡുകൾ പോലെ ചെറിയ ക്യാപ്സൂൾ പരുവത്തിൽ നമ്മുടെ നോട്ട്സുകളാണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബൈ നൗ കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. അവിടെ സജിത 1999 എന്നുള്ള കോഡ് കൊടുത്തു കഴിയുമ്പോൾ 199 മാത്രമേ നമ്മുടെ കോഴ്സ് ഫീ ഉള്ളൂ. ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും 3ാമത് പേയ്മെന്റും കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാം.
പ്രിലിംസ് ഒക്കെ കിട്ടി നിങ്ങളുടെ കയ്യിൽ ഒരു റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കാണുന്നവർ എപ്പോഴും ഓർത്തോണം ഇത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമേ കാണാവുള്ളൂ. പഴയ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ടുപോയിട്ട് അത്ര വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണുക, പുതിയ പുതിയ ചോദ്യങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ ടെൻഷനൊക്കെ കുറച്ച് ഒരു ഈസി ആയിട്ട് മൈൻഡ് ഒക്കെ വിട്ട് നല്ല രീതിയിൽ പഠിച്ച് മെയിൻസിനായിട്ട് തയ്യാറാകുക. അടുത്ത മെയിൻസ് പരീക്ഷയിൽ സെക്രട്ടേറിയറ്റോടെ മെയിൻസ് പരീക്ഷയിൽ ആദ്യം 100 റാങ്കിൽ ഒരാൾ ഞാനാണ് എന്ന് ഉറപ്പിച്ച് ഉഷാറായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിൽ കൂടി ഞാൻ തരുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.